അമ്മ കമ്മിറ്റിയെ വരച്ചുവരയിൽ നിർത്തുന്ന 20 ലക്ഷം കക്കിയ മഹതി 2 നാൾ മുൻപും പറഞ്ഞു മത തീവ്രവാദികളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്നതെന്ന്. അൻസുബയുടെ പിന്നിൽ മത തീവ്രവാദികൾ, അതായത് മുസ്ലിം മത തീവ്രവാദികളാണ് കളിക്കുന്നതെന്ന് പഴയ സൈനബ ചേച്ചി പറയുന്നു. സൈനബ ചേച്ചി ഇപ്പോൾ ഉത്തമ ഹിന്ദുവാണല്ലോ. നൊട്ടോറിയസ് ക്രിമിനലുകൾക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ചേച്ചിയമ്മയുടെ ശപഥം. 20 ലക്ഷം പറ്റിച്ച തരികിട വൈസ് പറയുന്നത് കേട്ടില്ലേ? എൻ്റെ പേരിൽ തന്ന കേസിൽ തരുമ്പും സത്യമില്ല എന്ന് കണ്ടെത്തിയ കേരള പോലീസിനും ഫയർഫോഴ്സിനും അതിൻ്റെ തലപ്പത്തെ ഉദ്യോഗസ്ഥർക്കും BD സതീശനുമൊക്കെ നമോഭാഗം എന്നാണ് ഈ തരികിട ആരും പറ്റിച്ച് ജീവിക്കുന്ന പെണ്ണുപിള്ള പറയുന്നത്. എല്ലാ തെളിവും കോടതിയിൽ ഇരിക്കുകയാണ്. 20 ലക്ഷത്തിൻ്റെ ചെക്ക്, പിന്നെ ഫോട്ടോഗ്രാഫുകളിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇരിക്കുകയാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാവർക്കും എൻ്റെ നമോഭാഗം. എന്നോടൊപ്പം നിന്നല്ലോ നിങ്ങളെല്ലാം. 10 കോടി രൂപയ്ക്ക് അൻസുബയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യും എന്നാണ് പുതിയ ഭീഷണി. അത് എണ്ണ തൊടാതെ വിഴുങ്ങാൻ കുറേ മണ്ടന്മാരായ യൂട്യൂബർമാർ ആരെ വലിപ്പിച്ച് കാശടിക്കാമെന്ന് റിസർച്ച് ചെയ്ത് നടക്കുന്ന, ക്രിമിനൽ കേസ് മറച്ചു വെച്ച് അമ്മയിൽ ഭരണം നടത്തുന്ന, ആരെയും കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനേക്കാൾ മോശമായി വിളിക്കുന്ന ഈ അവതാരം 10 കോടിക്ക് മാനമില്ലാത്ത നഷ്ടക്കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. 10 കോടിക്ക് മാനനഷ്ടത്തിന് കോടതിയിൽ പോകണമെങ്കിൽ 10% കോടതി കെട്ടിവെക്കണം. അപ്പോൾ 1 കോടി രൂപ കെട്ടിവെക്കണം കോടതിയിൽ. എൻ്റെ വക്കീലാണ് വക്കീൽ. ദേഹം മുഴുവൻ മഴയത്തുനിന്ന് ഇറങ്ങാൻ നോക്കില്ല, മിന്നലടിച്ചാൽ കത്തിപ്പോവും. അങ്ങനത്തെ സാധനങ്ങളാണ് ദേഹം മുഴുവൻ ഇട്ടിരിക്കുന്ന ആ വക്കീൽ. ഏറ്റെടുത്ത എല്ലാ കേസും തോറ്റ ചരിത്രമുള്ള വക്കീൽ. ഫസ്റ്റ് സാധനത്തിനാണ് ചേരുമ്പടിയില്ലേ ചേരൂ. എൻ്റെ വക്കീൽ 10 കോടി രൂപയുടെ കേസ് കൊടുക്കാൻ തീരുമാനിക്കുക, ഞങ്ങൾ കൊടുക്കും, ആളെ ആത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട് വാചമടിച്ച്. അപ്പോൾ 1 കോടി രൂപ കോടതി കെട്ടിവെക്കണം. ആ 1 കോടി രൂപ കോടതി കെട്ടിവെക്കുന്നതിനേക്കാൾ 20 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ കോടതിയിൽ ഒരു നിർമ്മാതാവ് കൊടുത്തിരിക്കുന്ന ക്രിമിനൽ സിവിൽ കേസിൽ നിന്ന് ഊരിപ്പോകാം ഈ മഹിതയ്ക്ക്. ആ കക്ഷിയാണ് 20 ലക്ഷം പേര് 200 രൂപ കയ്യില്ല. ആ കക്ഷിയാണ് 1 കോടി കെട്ടിവെച്ച് അൻസുബയെ 10 കോടിക്ക് തീർക്കാൻ നോക്കുന്നത്. ഇത് വിഴുങ്ങാൻ കുറേ യൂട്യൂബർമാർ കൊണ്ട് നടക്കുന്നു. ചേച്ചി 10 കോടി രൂപ കേസ് അൻസുബയ്ക്കെതിരെ കൊടുക്കുകയാണ്, തൂക്കിക്കൊല്ലും എന്നൊക്കെയുള്ള രീതി. മാനനഷ്ടം എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെങ്കിലും, അങ്ങനെ അതിൻ്റെ അർത്ഥമെങ്കിലും അറിയേണ്ട ആദ്യം എന്നാണ് ഈ മഹതിയോട് എനിക്ക് ചോദിക്കാം. നമ്മൾ മാന്യരെന്ന് ധരിക്കുന്ന, അതൊട്ടുമില്ലാത്ത, ഈ മാന്യത ഉള്ളവരെന്നാണ് നമ്മൾ കരുതുന്നത്, അതൊട്ടുമില്ലാത്ത കുറച്ച് സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും സിനിമകളിൽ ഈ മഹതി സഹകരിച്ചിരുന്നു, നന്നായി തന്നെ സഹകരിച്ചിരുന്നു. കൂതറ നടന്മാരുടെയും ഗുഡ് ബുക്കിൽ ഈ പദ്ധതിയുണ്ട്. ഇവരിൽ നിന്നെല്ലാം കൂടി ഒരു 1.5 കോടി പിരിക്കാനായാൽ 1 കോടി മാനനഷ്ടത്തിന് കോടതിയിലും 20 ലക്ഷം മറ്റേ കേസുകാരനും കൊടുത്ത് ഊരുകയും ചെയ്യാം. കുറച്ചു കാലം ഹോട്ടലിൽ നിന്ന് ചാളയും ചോറും തിന്നാനുമാകും. അതിനുവേണ്ടിയാണോ ഈ 10 കോടിയുടെ കേസ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ചിലപ്പം നടികളെയൊക്കെ കൊണ്ടുവന്ന് നേരത്തെ നിർത്തി തുണിക്കച്ചവടം നടത്തുന്ന ഒരു മുതലാളി സ്ഥാനാർത്ഥിയാക്കിയല്ലോ. അതിൽ വോട്ട് പോലും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ഭവതി തെറിച്ചു പോയത്. ആ മുതലാളിയുടെ ഒക്കെ ചോദിച്ചാൽ ഒരു 1 കോടി രൂപ ചിലപ്പോൾ കൊടുക്കും. കാരണം ഈ ഭവതിയെ കണ്ടാൽ കൊടുത്തു പോകും. പിരിവിന് ഇറങ്ങുമ്പോൾ കൊടുത്തില്ലെങ്കിൽ തൻ്റെ കഥകൾ ഞാനങ്ങ് പറയുമെന്ന് ഒരടി അടിച്ചാൽ പേടിത്തൂറുകൾ അപ്പോൾ പൈസ വെച്ച് നീട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കഥകൾ ഇഷ്ടംപോലെ കൈ കാണുമേ. ഇതുപോലുള്ള അലവലാദികളുമായി ചങ്ങാത്തം കൂടിയാൽ നിങ്ങൾക്കിപ്പോൾ മനസമാധാനത്തോടെ കുടുംബത്തോടെ കഴിയുന്നുവെങ്കിൽ ആ കുടുംബം കോഞ്ഞാട്ടയാകും, നിങ്ങൾ റസൂൽ പൂക്കുട്ടിയായി മാറും എന്നാണ് എനിക്ക് ഈ ACPയോട് പറയാനുള്ളത്. കാര്യസാധ്യതനായി വന്ന്